ഹായ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു പ്ലെയിൻ കുർത്തിയുടെ യോക്ക് പോർഷനിലാണ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജോർജറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ആൻറ്റി കളർ ഷുഗർ ബീഡ്സ്, കട്ട് ബീഡ്സ്, അതുപോലെ തന്നെ ആങ്കർ ത്രെഡ്, പിന്നെ വൈറ്റ് കളർ പേൾ, ഇത്രയുമാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസൈനൊക്കെ ആദ്യം ഞാൻ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് തണ്ടും ഇലയും പൂവും ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സോ അപ്പോൾ ചെടിയുടെ തണ്ട് ഭാഗത്തൊക്കെ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം വീതം ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തണ്ട് മൊത്തം ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ ലീഫാണ് ഫില്ല് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 4 കട്ട് ബീഡ് എടുത്തിട്ട് ഇലയുടെ അറ്റത്തുനിന്ന് താഴോട്ട് ചരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിടയ്ക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ അടുത്ത നേരെ 4 മുത്തുകൾ എടുക്കുന്നു. ആദ്യം വെച്ചതിൻ്റെ കുറച്ച് താഴെയായിട്ട് താഴോട്ട് ചരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് നൂല് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു റോയും കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത റോ 4 ബീഡ് എടുത്തിട്ട് രണ്ടാമത് വെച്ചിരിക്കുന്ന നേരേൻ്റെ കുറച്ച് താഴെയായിട്ട് ചരിച്ച് വെച്ച് കൊടുക്കുക. അതും ഇടയ്ക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലീഫും കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ലീഫ് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെ ചെയ്ത് നോക്കാം. ഫ്ലവർ ആദ്യം ഒരു വൈറ്റ് കളർ പേൾ വെച്ചിട്ട് നടുവിൽ തുന്നി കൊടുക്കുന്നുണ്ട്. അതിന് ചുറ്റും ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഒരു റൗണ്ട് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വേണ്ട മുത്തുകളൊക്കെ കോർത്തിട്ട് ഒരു റൗണ്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സൂചി കൊണ്ട് മുത്തുകളൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിന് ചുറ്റും നമ്മൾ ആങ്കർ ത്രെഡ് എടുത്തിട്ട് ലേസി ഡേയ്സി സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിത് ചെയ്ത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായപ്പോഴാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബാക്കി പോർഷൻസൊക്കെ എന്നെ കംപ്ലീറ്റ് ചെയ്തതിന് കുറച്ചും കൂടെ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ആങ്കർ ത്രെഡ് 6 strands എടുത്തിട്ടാണ് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കാം. ലേസി ഡേസി ഫ്ലവറിൻ്റെ ഓരോ എതിളുകളും കുറച്ച് ഗ്യാപ്പിലാണ് പൊതുവെ ചെയ്യാറ്. പക്ഷേ ഞാനിവിടെ വളരെ തിക്കായിട്ടാണ് ഓരോന്നും ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ ചെയ്യാം. ഞാൻ വളരെ തിക്കായിട്ട് ഡിസൈൻസൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. കോംപ്ലിക്കേഷൻസ് ഒന്നും പ്രത്യേകിച്ചില്ല. കുറച്ച് ടൈം നമുക്ക് ആവശ്യമായിട്ട് വരും ക്ഷമയോടെ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രെയിമിലൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിട്ടും. അപ്പോൾ ഞാനും ഫ്രെയിം വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. ദെൻ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കുർത്തിയിലും നമുക്ക് ഇതേപോലെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഡിസൈൻ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇഷ്ടമായോ ഇല്ലയോ എന്ന്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം.